കാണാൻ പറ്റുന്ന ഇതിനകത്ത് ആകെ എനിക്ക് ഒന്ന് സ്റ്റോക്കായിട്ട് വന്നേക്കുന്നത് ഈ ഒരു ഫ്രെയിം, ആ ഒരു ചേസ് ഫ്രെയിം മാത്രം. ഈ ഓരോ നട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ ഫ്രണ്ടിന്റെ. നട്ടായിട്ടൊന്നും കിട്ടത്തില്ല. ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ വീടിൻ്റെ സൈഡിലാണ് അവർ മൊത്തം പണിയുന്ന കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്ന വീട്ടിലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു നല്ല അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവർ വെളിയിലൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അവരുടെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സോ നമ്മുടെ മോഡിഫിക്കേഷൻ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ സീരീസ് ഇന്നൊരു സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റ് പോലെ അവർ കുറേ നാളായിട്ട് എടുത്തൊരു പൾസർ 150 മോഡിഫൈ ചെയ്തതാണ്. അപ്പോൾ ആ പൾസർ 150 എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇതാണ് ആ പൾസർ 150. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതൊരു മൊത്തത്തിൽ ഒരു കഫേ റേസറാക്കി മാറ്റിയിട്ടുണ്ട് ഈ പൾസർ 150. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന ഇതിനകത്ത് ആകെ എനിക്ക് ഒന്ന് സ്റ്റോക്കായിട്ട് വന്നേക്കുന്നത് ഈ ഒരു ഫ്രെയിം, ആ ഒരു ചേസ് ഫ്രെയിം മാത്രമേ ഉള്ളൂ. അതിലും അവർ കൂടുതൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഫുള്ള് കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഒരു മൊത്തത്തിൽ ഒരു വീട്ടിൽ ഇരുന്ന് പണിഞ്ഞ ഒരു വണ്ടിയാണ് ഈ ഒരു പൾസർ 150. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന വെച്ചാൽ ഇത് 2003 പൾസർ 150 ആയിരുന്നു. അതിനെയാണ് അവർ ഇങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സീറ്റും എല്ലാം കസ്റ്റം ബിൽഡാണ്. കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാൻ. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് ആ പണിഞ്ഞ അവരോട് തന്നെ ചോദിച്ച് ആളോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് മൊത്തം ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിച്ചിട്ട് മൊത്തം എന്തൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് പക്ക ഒരു അട്രാക്റ്റീവായിട്ടാണ് തോന്നുന്നത്. ഏകദേശം 1 വർഷം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു ലെവലാവാൻ. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ എല്ലാ കസ്റ്റം കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഞാൻ കോസ്റ്റും എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. സോ നമുക്ക് ബ്രോയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തേക്കുന്ന കസ്റ്റമർക്ക്. സോ ഹലോ ബ്രോ. ഹായ്. ബ്രോയുടെ പേരെന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് ഫെബിൻ. ഓക്കെ ബ്രോ, അപ്പോൾ പറഞ്ഞോ എന്തൊക്കെയാണ് മെയിനായിട്ട് ഈ വണ്ടിയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്ത് ഓരോ സൈഡിലായിട്ട് പറഞ്ഞത്. ഫ്രണ്ട് സൈഡ് നമുക്ക് അതിൽ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ, ഈ KTMന്റെ USD തന്നെയാണ്. 43mm USD ആണ് കയറ്റിയേക്കുന്നത്. നമുക്ക് 390 വരുന്ന 390 വരുന്നത് പഴയ ജെൻ 390യുടെ USD കയറ്റിയേക്കുന്നത്. പിന്നെ ആ ഒരു 43mm അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ഓക്കെ KTMന്റെ തന്നെ അലോയ് വീലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡിസ്കും സെയിം ആണ്. ഓക്കെ, നമ്മൾ ഡോമിനാർ 400 എന്നാണ് കാലിപ്പർ എടുത്തേക്കുന്നത്. ബ്രേക്ക് കാലിപ്പേഴ്സ് എടുത്തിട്ടുണ്ട് അല്ലേ? ഡിസ്ക് എല്ലാം KTMന്റെ അത് തന്നെയാണ്. ടയർ സെക്ഷൻ വന്നിട്ട് 120. അത് ഞാൻ വേറെ ടയർ ഇട്ടേക്കും ഫ്രണ്ടില്. പിന്നെ മെയിനായിട്ട് വരുന്ന ഈ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്. ഓക്കെ, ഈ 43mm USD കയറുന്ന ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുത്തുമായിരുന്നു. ഓക്കെ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തതാണ്. അതെ, 43mm ഉള്ള ഇത്രയും വലുപ്പമുള്ള ഇത് എവിടെ കിട്ടാനില്ല. അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിച്ചാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് 2003 ഇല്ലേ? 2003 രജിസ്ട്രേഷൻ പൾസർ 150 ആണ് ഹാൻഡിൽ. പിന്നെ ഈ പറഞ്ഞോ, ഈ ഇത് കയറ്റാനായിട്ട് നമ്മൾ കുറെ ലെയ്ത്തൊക്കെ ചെയ്യേണ്ടി വന്നു. സ്റ്റിയറിംഗ് കോണൊന്നും ഡയറക്റ്റ് ഫിറ്റ് അല്ലല്ലോ. കോൺസെപ്റ്റ് ഡയറക്റ്റ് കയറത്തില്ല. അതുകൊണ്ട് കുറെ ലെയ്ത്തും പരിപാടി അതിന്റെ കുറെ കഷ്ടപ്പെട്ടു. എക്സ്ട്രാ സ്പേസർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ തുടങ്ങിയിട്ട് എത്ര നാളായി ഈ ഒരു പ്രൊജക്ട് ഇങ്ങനെ തുടങ്ങിയിട്ട്? നമ്മള് 2019 ഡിസംബറിലാണ് തുടങ്ങിയത്. എന്നിട്ട് ജനുവരി മാർച്ച് ആയപ്പോഴത്തേന് കൊറോണ വന്നല്ലോ. അതിന്റെ ലാഗ് ഒരു 3 മാസം. പിന്നെ അങ്ങ് മടിച്ച് പതുക്കെ പിന്നെ പാർട്സ് കിട്ടാനുള്ള പ്രശ്നം അതൊക്കെ കാരണം താമസിച്ച് നിങ്ങൾ തുടക്കം തൊട്ട് ഇതൊരു കഫേ റേസർ. അതെ, കഫേ റേസർ ബിൽഡിലായിരുന്നു ആദ്യം തുടങ്ങിയത്. ഇത് ഫ്ലഡഡ് ആയ വണ്ടിയാണ്, എല്ലാം ഡാമേജ് ആയിപ്പോയി. അപ്പം ജസ്റ്റ് ഒരു റീസ്റ്റോറേഷൻ ആയിട്ട് റീബിൽഡ് ചെയ്യാനായിരുന്നു. അതെ, എഞ്ചിനൊക്കെ നമ്മൾ ആദ്യം അഴിച്ച് റീബിൽഡ് ചെയ്തു. ഫ്ലഡ് കാരണം ഡാമേജ് അത് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ വിചാരിച്ചു കഫേ ഇത് കിട്ടിയപ്പോഴേ നമ്മളൊരു ആക്രിക്കടയിൽ പോയപ്പോഴേ ഇത് കാണുന്നത്. അപ്പം അപ്പോൾ ഐഡിയ വന്നു കഫേ റേസർ സ്റ്റൈൽ ബിൽഡ് ചെയ്യാന്നുള്ളത്. ഞങ്ങളൊരു പിന്നെ നമുക്ക് വന്നിട്ട് ഇത് ഹെഡ്ലൈറ്റ് നിങ്ങൾ മാറ്റി. ഹെഡ്ലൈറ്റ് നമ്മുടെ സാധാ ബുള്ളറ്റിന്റെ കിട്ടുമല്ലോ. ഇത് വന്നപ്പോഴത്തേന് വേറെ ലുക്ക്. ആൾക്കാർ നല്ലതായിട്ട് ഒരു
ഇപ്പൊ നമുക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഇപ്പൊ ഹസ്ക്വറിനൊക്കെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലാണ് മെയിൻ ആയിട്ട്. കഫേ റേസർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സൈഡ് പ്രൊഫൈലാണല്ലോ നോക്കുന്നത്, ഇങ്ങനെ ഫ്ലാറ്റ് ഒരു ബോൺ ഷേപ്പ്. അപ്പൊ അതിന് പറ്റിയ ടാങ്ക് മെയിൻ ആയിട്ട് ഇത് സ്റ്റോക്ക് ആയിട്ടുള്ളത് ഏതാണ് ഇതിന്റെ ഒരു ഫ്രെയിം? സ്റ്റോക്ക് ആയിട്ടുള്ളത് ഫ്രെയിം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ എഞ്ചിനും വന്നിട്ടുണ്ട്. എഞ്ചിൻ നമുക്ക് കാർബറേറ്റർ അല്ലായിരുന്നു, ഇപ്പോൾ കാർബറേറ്റർ എഞ്ചിൻ കാർബറേറ്റർ എഞ്ചിൻ അത് പഴയതാണല്ലോ, അപ്പോൾ കാർബറേറ്റർ ഉള്ളത്. പിന്നെ ടാങ്ക് ആയിരുന്നു നമ്മുടെ ആദ്യം ഡൗട്ട്, ഒറിജിനൽ GT വെക്കാനായിരുന്നു. പിന്നെ അതിന് ടാങ്ക് ഇപ്പൊ നമ്മൾ വെച്ചേക്കുന്നത് ഹിമാലയന്റെ ടാങ്ക് ഏകദേശം സിനിമ. ഓക്കെ, നിങ്ങൾ പെയിന്റ് വർക്ക് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ബിൽഡ് ആയിരുന്നു, ബഡ്ജറ്റ് ഓറിയന്റഡ് ആണ്. പിന്നെ നമുക്ക് എന്താണ് ഇത് ചെയിൻ സ്പ്രോക്കറ്റ് ഒക്കെ സ്റ്റോക്ക് തന്നെ, ടയറും അലോയും വേറൊരു വണ്ടിയിൽ നിന്ന് സോഴ്സ് ചെയ്തതാണ്. വലിയ ടയർ ഉണ്ട്, അത് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സ്വിങ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കളയേണ്ടി വന്നു, പിന്നെ കണക്ട് ചെയ്യുന്ന റോഡൊക്കെ ബെൻഡ് ചെയ്യേണ്ടിയൊക്കെ വന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ കഫേ സ്റ്റാൻഡ്സ് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഡിലീറ്റ് ചെയ്യണമല്ലോ, അപ്പം ഇവിടുത്തെ കുറെ സാധനമുണ്ട്, എയർ ഫിൽറ്റർ ബോക്സ് കമ്പിയൊക്കെ ഉണ്ട്. ബാറ്ററി ഇരിക്കുന്നത്, ബാറ്ററി ഫുൾ എയർ ഫിൽറ്റർ ഏതാണ്? ഇത് K&N റെപ്ലിക്ക എയർ ഫിൽറ്റർ ആണ്, അത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് വെച്ചാൽ ഈ ഒരു പുറകിൽ ഇങ്ങനെ സീറ്റ് കവള് പോലെ, സീറ്റ് കവള് കഫേ റേസറിന്റെ മെയിൻ ഒരു ഐറ്റം ആണ്. അപ്പൊ നമ്മളിത് ഫൈബർ ഗ്ലാസ് ചെയ്തെടുക്കുമായിരുന്നു. ഫൈബർ ഗ്ലാസ് ചെയ്യാൻ ഇച്ചിരി അറിയാവുന്നവർക്കേ പറ്റത്തുള്ളൂ. നമ്മളെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്ത്? ഞങ്ങൾ തന്നെ ഫൈബർ ഗ്ലാസും ചെയ്ത്. ഓക്കെ, വെളിയിൽ അങ്ങനെ കൊടുത്തൊന്നും ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന്? വീട്ടിൽ തന്നെ. ഈ വെൽഡൊക്കെ ചെയ്തുണ്ടോ, ഹൂപ്പ് അടിച്ചേക്കുന്നുണ്ടോ? ഇവിടെ ഒരു ഹൂപ്പ് അടിക്കുന്നതിന് സ്റ്റോക്ക് ഫ്രെയിമേ വരുന്നില്ല, അപ്പം ഹൂപ്പൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് വെളിയിൽ കൊടുത്തു. ബാക്കിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാം തന്നെ വീട്ടിൽ തന്നെ ആയിരുന്നു ചെയ്തില്ലേ? പിന്നെ ലെയ്ത്തും ആ സ്റ്റെം കോണൊക്കെ ലെയ്ത്ത് ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ ആണല്ലേ? ഇത് രണ്ടും കൊടുത്തേക്കാം. അതെ, പൾസറിന്റെ. അതെ. അതും പിന്നെ നമ്മുടെ സീറ്റ് നിങ്ങൾ കസ്റ്റമായിട്ട് ചെയ്തിട്ടുണ്ട്? കസ്റ്റമായിട്ട് ചെയ്ത് നമ്മൾ ഷേപ്പ് ഒരു തടി കട്ട് ചെയ്തുകൊണ്ട് പോയി അതിൽ അടിച്ചു തരാൻ പറഞ്ഞ് അത് അടിച്ചു. നിങ്ങൾ മെയിനായിട്ട് ഇതൊരു കഫേ റേസർ ആ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്യാൻ വേണ്ടിയായിരുന്നില്ല? അപ്പോൾ ഈ പെയിന്റ് സ്കീം ഒക്കെ നിങ്ങൾ ആ ഒരു സ്ട്രൈപ്പ് കൊടുത്ത് അതൊരു ജസ്റ്റ് എന്തെങ്കിലും നമ്മളപ്പം തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യുമായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയാനുള്ള എക്സോസ്റ്റ് ചെയ്ത് ഇത് എങ്ങനെയുള്ള ഇത് ഡബിൾ ബാരൽ നമ്മൾ കഫേ റേസർ ഒരു ഇതിനോട് ചേരുന്നത് ഇതായിരുന്നു തോന്നി ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്തത്. മറ്റെല്ലാം സിംഗിൾ. ഇതിപ്പോ അക്രാബോസിന്റെ ഇത് വെച്ചേക്കുമല്ലോ, ജസ്റ്റ് ഒരു സ്റ്റിക്കർ റെപ്ലിക്ക, അത് എൻ്റെ കൂടെ വന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ബാക്കി ഇത്രയും ഇതാണ് മൊത്തത്തിൽ വണ്ടി ചെയ്തേക്കുന്നില്ല. KTM പാർട്സും ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബുദ്ധിമുട്ടായിട്ട് വന്ന ആ ഫ്രണ്ട് സെക്ഷൻ കയറ്റണമെന്നുള്ളത്. പിന്നെ ഇത് വളഞ്ഞ ഫോർക്കൊക്കെ ആയിരുന്നു, അത് നേരെയാക്കി. ഈ ഓരോ നട്ടൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ ഫ്രണ്ടിന്റെ. നട്ടായിട്ടൊന്നും കിട്ടത്തില്ല, ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പൊ ടയർ കയറ്റുമ്പോഴത്തേക്കും ഇത് വണ്ടി മൊത്തത്തിൽ ഇപ്പൊ ഒരു ഫുൾ അതിനകത്ത് ആ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ബാക്കി എല്ലാം. കാർബറേറ്റർ നമ്മൾ ജെറ്റ് ചെയ്തിട്ടുണ്ട്, എയർ ഫ്ലോ വരാനായിട്ട് കൂടുതൽ ഫ്യൂവൽ കയറി പോകാൻ വേണ്ടിയിട്ട് കാർബറേറ്റർ ജെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇത് എഞ്ചിൻ ബോറും ചെയ്തിട്ടുണ്ട്, CC ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇനി മെയിനായിട്ട് മാറ്റാൻ? നെക്സ്റ്റ് സ്ഥാപനം ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി അധികം വലിക്കുന്നില്ല, 150 അല്ലേ അറിയാലോ. അപ്പം 220 എഞ്ചിനോറിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ വെയിറ്റ് എത്ര ഉണ്ട്? വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല ടയറും ഇതെല്ലാം കൂടെ ആകുമ്പോൾ വെയിറ്റ് കൂടി. നമ്മുടെ ഫസ്റ്റ് ബിൽഡിൽ ആദ്യമേ 220, ഇതിന്റെ കൂടെ നമ്മൾ 220 എഞ്ചിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഇപ്പൊ എത്ര ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ വന്നപ്പോ? ബഡ്ജറ്റ് നമ്മൾ ഈ ഒരു വർഷം പണിത് ഇച്ചിരി ഞാൻ പോയിട്ട് കറക്റ്റ് ഒരു എമൗണ്ട് ഇല്ല, എന്നാലും ഒരു 20 to 30K ആയുള്ളൂ. പക്ഷെ പ്രോപ്പർ സാധനം വെച്ച് ബിൽഡ് ചെയ്യണം എന്തായാലും ഒരു 50-60K. നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം തന്നെയാണ്. പിന്നെ ഈ ആക്രി അങ്ങനെയൊക്കെ എടുത്ത് ടാങ്ക് ഇതെല്ലാം ആക്രിയാണ് മെയിൻ. പുതിയതായിട്ട് മേടിച്ചത് ബേസിക്കലി ഒന്നുമില്ല, എല്ലാം നമ്മൾ സെക്കൻഡ്സ് എടുത്ത് സോഴ്സ് ചെയ്തതാണ്. സോഴ്സ് ചെയ്തേക്കുന്ന ടൈപ്പാണ്. ആ ക്ലിപ്പ് ഓൺ മാത്രം, പിന്നെ ബാറിന്റെ മിറർ അത് പുതിയല്ലായിരുന്നു? അതെ, അതൊക്കെ പുതിയത്. മെയിൻ സാധനങ്ങൾ. ഓക്കെ, ഇത് മാത്രം. പെയിന്റും ഭയങ്കര ടാസ്ക് ആയിരുന്നു, അറിയാത്തവർക്ക് അടിക്കുമെന്ന് പറഞ്ഞ് ഈ ക്ലിയർ കോട്ട് ഒക്കെ അടിക്കുന്നതിന് പ്രശ്നമുണ്ട്. എത്ര ലെയർ അടിച്ചിട്ടുണ്ട്? എല്ലാം ഓരോ ലെയർ വെച്ചു. പ്രൈമർ അടിച്ചു, സാൻഡ് ചെയ്തു, പിന്നെ ഈ ക്ലിയർ കോട്ട് ടോപ്പ് കോട്ട് എല്ലാം അടിച്ചു. എല്ലാം ഒരു പുതിയ ലേണിംഗ് കർവ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇത് ഫുള്ളി ഫിനിഷ് ചെയ്യാൻ എങ്ങനെയാണ് എത്ര നാളുകൊണ്ട് ചെയ്യാന്നാണ് ഇനിയിപ്പോ വിചാരിക്കുന്നത്? ഇനിയിപ്പോ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഒരു 1-2 മാസത്തിനുള്ളിൽ മൊത്തത്തിൽ വണ്ടി. നമ്മൾ വലിയ ടാസ്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 220 എഞ്ചിൻ കിക്കർ ഇല്ല, ബാറ്ററി വേണം. അപ്പൊ എവിടെയെങ്കിലും ബാറ്ററി ഹൈഡ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ഥലം കണ്ടുപിടിക്കുക. ഇതിനകത്ത് ബാറ്ററി ഡിലീറ്റ് ചെയ്തേക്കുവാണല്ലോ, അതും കൂടെ ഉള്ള എന്റെ ടാസ്ക്. പിന്നെ അതിന്റേതായ വയറിംഗ്. മെയിൻലി ഒരു ലുക്കാണ് നിങ്ങൾ മെയിനായിട്ട് കഫേ റേസറിലും അധികം വണ്ടികളില്ലല്ലോ നമ്മുടെ കേരളത്തില്, കുറവാണ്. അപ്പം കഫേ റേസർ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ 3 പേരാണ്, ഞങ്ങൾക്ക് കഫേ റേസർ സ്റ്റൈലിൽ ബിൽഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നിങ്ങൾ ഫോട്ടോഗ്രാഫി നൈട്രോ? അതെ, നൈട്രോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്.
ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വണ്ടി എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ബ്രോ എന്താണ് ചെയ്ത് ഇപ്പോൾ പഠിക്കുന്ന കഴിഞ്ഞില്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് കഴിഞ്ഞു. നിങ്ങൾ 3 പേരും കൂടാണോ ഇത് ചെയ്തത്? 3 പേർക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. സ്റ്റാർട്ട് ചെയ്ത് താമസം എടുത്തത്. ഓക്കെ, വണ്ടി റീബിൽഡ് ചെയ്യാൻ തുടങ്ങി. അത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലായി നിൽക്കുന്നുണ്ടല്ലേ ഇപ്പോൾ? ഓക്കെ, വണ്ടി എന്തായാലും നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടാണ് ഇത്ര ആയതില്ലേ? എന്തായാലും കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് വിചാരിക്കുമെങ്കിലും കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അല്ലാതെ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊന്നുമല്ല. എല്ലാം കൂടുതലും നമുക്ക് കിട്ടുന്ന യൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു വണ്ടി സെറ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ. ഇത് എനിക്കൊന്ന് വെളിച്ച ഒരു 10-60 എന്തായാലും പോകും. അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കും. ടാങ്ക് ഒരു 12,000-15,000 രൂപ. ടാങ്ക് വന്നിട്ട് ഹിമാലയന്റെ ടാങ്ക് വന്നേക്കുന്നു. ഓക്കെ ഓക്കെ, ഇതാ മൊത്തത്തിൽ ഇതാണല്ലേ വണ്ടി. ഇനിയും ഫുള്ളി ഞാൻ നിങ്ങൾക്കൊരു ഔട്ട്ലുക്കായിട്ട് കാണിച്ചു തരാം മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് വണ്ടിയിൽ മെയിനായിട്ട് വന്നേക്കുന്ന മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ ഒരു ഫുള്ളി KTMൻ്റെ കാര്യങ്ങളാണ്. ആ വീലും അതിൻ്റെ അപ്സൈഡ് ഡൗൺ ഫോക്സും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോമിനാറിൻ്റെ തന്നെ ബൈബ്രയുടെ ബ്രേക്ക് കാലിബേഴ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു LED ഹെഡ്ലൈറ്റ്സ് നമ്മുടെ ബുള്ളറ്റിലൊക്കെ വരുന്ന പോലത്തെ സെയിം സെറ്റപ്പ് ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റബിൾ കാര്യം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവരിത് ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ വീടിൻ്റെ സൈഡിലാണ് അവർ മൊത്തം പണിയുന്ന കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്ന വീട്ടിലാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു നല്ല അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവർ വെളിയിലൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അവരുടെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. കാരണം ഇത് ഒരാൾ ഒരു 3 പേര് കൂടെ ചേർന്ന് ചെയ്താണ്. പ്രൊഫഷണലായിട്ടുള്ള അങ്ങനത്തെ ഒരു രീതിയിലൊന്നുമില്ല. അവരുടെ ഒരു പാഷൻ്റെ രീതിയിൽ അവർ ചെയ്ത് എന്നിട്ട് അവർ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് മൊത്തത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് നോട്ടും കൂടെ കേൾപ്പിക്കാം നിങ്ങളെ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. സോ ഗൈസ്, ഇതാണ് വണ്ടിയുടെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് വന്നേക്കുന്നത്. ഇതവർ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ആ ഒരു ട്വിൻ ബാരൽ സെറ്റപ്പ് തന്നെയാണ്. അക്രബോൾസിൻ്റെ റെപ്ലിക്കായിട്ടുള്ള ചെയ്തേക്കുന്നതാണ്. വണ്ടി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ടത് ഇവിടെ തന്നെ ആ ഒരു എനിക്ക് സ്ട്രൈപ്പ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ബ്ലാക്കിനകത്ത് ഒരു ഗോൾഡൻ സ്ട്രൈപ്പാണ് അവർ മൊത്തത്തിൽ കൊടുത്തേക്കുന്നത്. ഇത്രയൊക്കെയാണ് വണ്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വണ്ടി ഒന്ന് കയറിയിരുന്ന് ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ ആ ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ദിസ് ഈസ് ലാസ്റ്റ് വോയേജ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.